സമരം ചെയ്താൽ ഈ കോട്ടയുണ്ടല്ലോ, തമ്പുരാന്റെ കോട്ട, പിണറായി വിജയന്റെ കോട്ട പൊളിക്കാൻ ഞങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ അയ്യപ്പസ്വാമി മുന്നേ നടക്കും, ഞങ്ങൾ പിറകിൽ നടക്കും. നിങ്ങളുടെ മകൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് തീവട്ടിക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും വകുപ്പ് മന്ത്രിയെയും നിങ്ങളെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് കൊമ്പത്തെ തമ്പുരാനാണെങ്കിലും താഴെ ഇറക്കിയിരിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവനെ താഴെ ഞങ്ങൾ ഇറക്കിയിരിക്കും. ഞങ്ങൾക്കില്ലാത്ത ഒരു നിയമവും വിവേകന് വേണ്ട. ഞങ്ങൾ ഭക്തർക്കില്ലാത്ത ഒരു നിയമവും വീണയ്ക്കുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ മിസ്റ്റർ പിണറായി വിജയൻ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ. എന്താണ്? അങ്ങയുടെ കാലം കഴിയുന്നതും വരെ. കാരണം നിങ്ങൾ പാപിയാണ്, പാപികളുടെ കൂടെയാണ് നിങ്ങളുടെ സഞ്ചാരം. നിങ്ങൾക്ക് സ്വർണത്തിനോട് ആക്രാന്തമാണ്. നിങ്ങൾക്ക് ബിരിയാണി ചെമ്പിലെ സ്വർണം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. നിങ്ങൾക്ക് മലപ്പുറത്തെ ജലീലുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സ്വർണം കടത്തിയത്? നല്ല ഈത്തപ്പഴത്തിന്റെ കുരു മാറ്റി അതിനകത്ത് സ്വർണം ഒളിപ്പിച്ചുകൊണ്ടാണ്. ഭർത്താവിനും കുഞ്ഞിനും കാവലിരിക്കുന്ന ഭക്തരായിട്ടുള്ള അമ്മമാരുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, രാക്ഷസ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തീവട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ദൗത്യം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഒരു പോലീസിനും ഭാരതീയ ജനതാ പാർട്ടിയെ തടഞ്ഞു നിർത്താൻ കേരളത്തിന്റെ തെരുവീതിയിൽ ചങ്കൂറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഉപരോധ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. പടപേടിച്ച് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, പടപേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പട. പിണറായി വിജയന് ഇതിന്റെ അർത്ഥം അറിയുമോ? എന്താ അർത്ഥമെന്നറിയുമോ? പന്തളത്തിനപ്പുറത്ത് കാട്ടുകള്ളന്മാർ, കൊള്ളക്കാർ പന്തളത്തെ കവർന്നെടുക്കാൻ വേണ്ടി വന്നു. പർവ്വതനിരകൾ കടന്നുകൊണ്ട് പന്തളത്തെ രാജാവ് പന്തളത്തെ സാധാരണപ്പെട്ട ജനങ്ങളോട് പറഞ്ഞു, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല ഈ കള്ളന്മാരെ തുരത്താൻ, നിങ്ങൾ കൂടെ വരണം. അങ്ങനെ അർദ്ധരാത്രിയിൽ കള്ളന്മാർ പന്തളത്തേക്ക് കടക്കുമ്പോ ആ കള്ളന്മാരെ പ്രതിരോധിക്കാൻ വേണ്ടി പന്തളത്തെ രാജാവിന്റെ ചുണക്കുട്ടന്മാരായ നാട്ടുകാർ പന്തം കൊളുത്തിയിട്ട് പടയുണ്ടാക്കി. മിസ്റ്റർ പിണറായി വിജയൻ, അതാണ് പന്തളത്തെ പന്തം കൊളുത്തി പടയെങ്കിൽ ഞങ്ങളെ കണ്ടോ? ഞങ്ങളുടെ ഹൃദയത്തിനകത്താണ് ഞങ്ങൾ പന്തം സൂക്ഷിച്ചിട്ടുള്ളത്, തീപ്പന്തം. നിങ്ങൾ ഞങ്ങളുടെ അയ്യപ്പന്റെ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി പോലീസ് അധികാരി ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് കുലടയായിട്ടുള്ള അയ്യപ്പനെ പ്രാർത്ഥിക്കാത്ത, ഭക്തി എന്താണെന്നറിയാത്ത, അഥർവവേദവും സാമവേദവും യജുർവേദവും ഒരു വേദ ഋഗ്വേദവും ഒരു വേദത്തെ കുറിച്ചും അറിയാത്ത, 18 പുരാണങ്ങളിൽ ഒന്നുപോലും അറിയാത്ത, ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പോലും അറിയാത്ത, എന്താണ് ഈശ്വരീയത എന്നറിയാത്ത, എന്താണ് തന്ത്രിമാരുടെ കർമ്മം എന്നറിയാത്ത ആ കുലടയായിട്ടുള്ള സ്ത്രീ പോലീസിന്റെ യൂണിഫോം അഴിച്ചുകൊടുത്ത് ശബരിമലയിലേക്ക് നിങ്ങൾ കൈപ്പിടിച്ച് ആനയിച്ചു. ശ്രീജിത്ത് പണി പേടിച്ച്, എന്താ പണി? പിണറായി വിജയന്റെ അടുത്ത മാറോല പേടിച്ച്. ശ്രീജിത്തിന് നല്ല മന്ത്രങ്ങൾ അറിയാം, ശ്രീജിത്തിന് അത്യാവശ്യം സംസ്കൃതം അറിയാം, ശ്രീജിത്തിന് ചെയ്യുന്ന തെറ്റിന്റെ എത്രയുണ്ട് അതിന്റെ കനമെന്നറിയാം. പക്ഷേ സെൻകുമാറിനെ പോലെ അത്ര നട്ടലില്ലാത്തത് കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞപ്പോ ആ സ്ത്രീയെയും കൊണ്ട് മല കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ശ്രീജിത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലുകൾ ഒഴുകിയിറങ്ങി. സാക്ഷാൽ അയ്യപ്പനോട് ക്ഷമ പറയുന്ന പോലീസ് ഓഫീസർ ശ്രീജിത്തിനെ ഈ കേരളത്തിന് ഞങ്ങൾ അമ്മമാർ, ഞങ്ങൾ ബിജെപിക്കാർ, ഞങ്ങൾ സംഘപരിവാർ പ്രവർത്തകർ കാണിച്ചു കൊടുത്തു. ശ്രീജിത്ത് കരഞ്ഞു, കണ്ടില്ലേ? ശ്രീജിത്ത് കരഞ്ഞു. ശ്രീജിത്ത് ഉള്ളിന്റെ ഉള്ളിൽ ശരണം വിളിച്ചു. KPCCയുടെ നേതാക്കൾ, കോൺഗ്രസിന്റെ പൗഡർ കുട്ടപ്പന്മാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ നേരെ പൗഡർ പൊത്തി വെയിൽ കൊള്ളാതെ അടികൊള്ളാതെ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്നവരല്ല. ഞങ്ങൾ മഴയിലിരിക്കും, ഞങ്ങൾ
ഇരിക്കും. ഇവിടുത്തെ പോലീസ് അന്യായം ചെയ്താൽ ഈ കോട്ടയുണ്ടല്ലോ, തമ്പുരാന്റെ കോട്ട, പിണറായി വിജയന്റെ കോട്ട പൊളിക്കാൻ ഞങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ അയ്യപ്പ സ്വാമി മുന്നേ നടക്കും, ഞങ്ങൾ പിറകിൽ നടക്കും. ഞങ്ങളുടെ ആരാധനായിട്ടുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഞങ്ങൾ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകും. കളിക്കേണ്ട മിസ്റ്റർ പിണറായി, അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. പിണറായി നിയമസഭയിൽ പറഞ്ഞില്ലേ, അകത്തിരിക്കുന്നവരെ കുറിച്ചാണ് ചർച്ച. ആരകത്തിരിക്കുന്നത്? പൊന്നുമോൻ റാങ്ക് കിട്ടിയിട്ട് ഏതെങ്കിലും മുന്തിയ കോളേജിൽ പഠിച്ച് റാങ്ക് കിട്ടി അമേരിക്കയിൽ പോയതാണോ പിണറായി വിജയന്റെ മകൻ വിവേക്? അല്ല. എങ്ങനെ പോയി? സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരുടെ മക്കളോട് പറയും, നീ പഠിക്കാനൊന്നും പോണ്ട, നിനക്ക് ഡോക്ടറേറ്റ് വേണോ, ഞാൻ തരാം ഫ്രീ ആയിട്ട്. വാഴക്കുലയും ചങ്ങമ്പുഴയും എന്താണെന്നറിയാത്ത ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ്, ഷിജുഖാന് ഡോക്ടറേറ്റ്, കെമിസ്ട്രി പഠിക്കാത്ത ആലത്തൂരിലെ മുൻ MP ബിജുവിന് ഡോക്ടറേറ്റ്. എങ്ങനെ? കെമിസ്ട്രി ലബോറട്ടറിയിൽ പോണ്ടേ, പഠിക്കണ്ടേ? പക്ഷേ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്. ആര് പറഞ്ഞു? ബിജു പറഞ്ഞു. അങ്ങനെ പഠിക്കാത്ത SFI-കാരനും പഠിക്കാത്ത DYFI-കാരനും പഠിക്കാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുമൊക്കെ നിങ്ങൾ ഡോക്ടറേറ്റ് വാരിക്കോരി കൊടുത്തപ്പോ നിങ്ങളുടെ മകൻ അമേരിക്കയിൽ പോകുന്നതിന് ഞങ്ങൾ എതിരല്ല, നിങ്ങളുടെ മകൻ ദുബായിൽ കച്ചവടം നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ നിങ്ങളുടെ മകൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് തീവട്ടിക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും വകുപ്പ് മന്ത്രിയെയും നിങ്ങളെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് കൊമ്പത്തെ തമ്പുരാനാണെങ്കിലും താഴെ ഇറക്കിയിരിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവനെ താഴെ ഞങ്ങൾ ഇറക്കിയിരിക്കും. ഞങ്ങൾക്കില്ലാത്ത ഒരു നിയമവും വിവേകിന് വേണ്ട. ഞങ്ങൾ ഭക്തർക്കില്ലാത്ത ഒരു നിയമവും വീണയ്ക്കുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ മിസ്റ്റർ പിണറായി വിജയൻ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ. എന്താണ്? അങ്ങയുടെ കാലം കഴിയുന്നതും വരെ വേറൊരുത്തനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നട്ടലുള്ളവരായി ഉണ്ടാകരുത് എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. അത് മാത്രമാണ് രക്ഷ, അത് മാത്രമാണ് വിജയം. ഛത്തീസ്ഗഡ് ഭരിക്കുന്നുണ്ട് ഞങ്ങള്, ഗുജറാത്ത് ഭരിക്കുന്നു, ഹരിയാന ഭരിക്കുന്നു, ഉത്തർപ്രദേശ് ഭരിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്ത് 16 സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. 4 സംസ്ഥാനങ്ങൾ ഞങ്ങൾ സഖ്യകക്ഷിയായിട്ട് ഭരിക്കുന്നു. ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വെയിലുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാമെങ്കിൽ ആറ്റിങ്ങലിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയിൽ എനിക്കും ശ്രീമാൻ മുരളീധരനും മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജി പഴയ ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയുടെ ആ മണ്ഡലത്തിലൂടെ നടന്നു നീങ്ങി അദ്ദേഹത്തിന് മുന്നേറാൻ സാധിച്ചുവെങ്കിൽ ആലപ്പുഴയിൽ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള വയലാറും പുന്നപ്രയിലും BJP 1ാം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കും. അയ്യപ്പന്റെ പേരിലാണ് ആ പ്രതിജ്ഞ എന്ന് പറയാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. ശരണമയ്യപ്പ. ഞങ്ങൾക്ക് ഇതൊരു തമാശയല്ല. VD സതീശ, നിങ്ങൾ നടത്തിയ പദയാത്ര പോലെ ഇതൊരു തമാശയല്ല. ഞങ്ങൾക്ക് അയ്യപ്പന്റെ കാര്യം, ഞങ്ങൾക്ക് യോഗനിഷ്ഠയിലുള്ള അയ്യപ്പന്റെ ആചാരം തകരുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടാകും. ഞങ്ങൾ ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പന്റെ കാൽപാദങ്ങളിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട്, മനസ്സിന്റെ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ സമരത്തിൽ എല്ലാ കള്ളന്മാരുടെയും മുഖം മൂടി അഴിച്ചുവെപ്പിക്കാൻ കേരളത്തിലെ ജനാധിപത്യ ശക്തികൾ തയ്യാറാകും. ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു. സുകുമാരൻ നായർ സാർ വിചാരിച്ചു അയ്യപ്പന്മാർക്ക് സുരക്ഷയൊരുക്കാനും അയ്യപ്പന്മാർക്ക് സഹായങ്ങൾ ഒരുക്കാനും വിരിവെക്കാൻ പൂപ്പന്തൽ ഒരുക്കാനും അയ്യപ്പന്മാർക്ക് കുടിവെള്ളം കൊടുക്കാനും അയ്യപ്പന്മാർക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ മുറികൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്
ഈ അയ്യപ്പ സംഗമം എന്നാണ് സുകുമാരൻ സാർ വിചാരിച്ചത്. പിണറായി വിജയന്റെ കൂടെ പോയി. ഈ കളവിനെ കുറിച്ച് അറിയില്ല സുകുമാരൻ സാറിന്. വെള്ളാപ്പള്ളി നടേശൻ സാർ വിചാരിച്ചു ഇതാ ഭഗവത്ഗീത പഠിക്കുന്നു പിണറായി വിജയൻ. തത്തോ പൊത്തോ തത്തോ പൊത്തോ ഭഗവത്ഗീതയുടെ 2 വരി എങ്ങനെയോ പഠിച്ച് കഷ്ടപ്പെട്ട് പിണറായി വിജയൻ ചൊല്ലി. പാപിയാണ് നിങ്ങൾ. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ചെയ്യാത്ത ക്രൂരതകൾ ചെയ്ത മഹാപാപിയാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ. നിങ്ങൾ അടച്ചിട്ട മുറിക്കുള്ളിൽ അമ്പലപ്പുഴ കൃഷ്ണന് പാൽപ്പായസം വഴിപാടുണ്ട് പിണറായി വിജയന്റെ പേരിൽ. ഗുരുവായൂരിൽ സ്ഥിരം വഴിപാടാണ്. കാടാമ്പുഴയിൽ അറിയാതെ പൂമൂടുന്നുണ്ട് പിണറായി വിജയന്റെ പേരിൽ. അനന്തപത്മനാഭസ്വാമിക്ക് പ്രത്യേകം ചില വഴിപാടുകളുണ്ട്. 51 മഹാക്ഷേത്രങ്ങളിൽ പാപപരിഹാരവും പ്രായച്ചിത്തവും ചെയ്യാൻ പിണറായി വിജയനോട് ജ്യോത്സ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ തീക്കളി അവസാനിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പാപിയാണ്. പാപികളുടെ കൂടെയാണ് നിങ്ങളുടെ സഞ്ചാരം. നിങ്ങൾക്ക് സ്വർണത്തിനോട് ആക്രാന്തമാണ്. നിങ്ങൾക്ക് ബിരിയാണി ചെമ്പിലെ സ്വർണം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. നിങ്ങൾക്ക് മലപ്പുറത്തെ ജലീലുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സ്വർണം കടത്തിയത്? നല്ല ഈത്തപ്പഴത്തിന്റെ കുരു മാറ്റി അതിനകത്ത് സ്വർണം ഒളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ കളിച്ച് കളിച്ച് അയ്യപ്പന്റെ നെഞ്ചിൽ കയറിയിട്ടാണ് നിങ്ങളുടെ കളി. അയ്യപ്പന്റെ ദണ്ട് കാണുന്നില്ല, അയ്യപ്പന്റെ മാലകൾ കാണുന്നില്ല, അയ്യപ്പന്റെ ഗോളക കാണുന്നില്ല. അയ്യപ്പന്റെ 1998 വിജയമല്യ കോടതിയിൽ പോയതിന് ശേഷം 30 കിലോയിലധികം വരുന്ന സ്വർണം അയ്യപ്പന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അയ്യപ്പന്റെ സ്വർണം അത് കവർന്നെടുത്ത് കൊണ്ടുപോയവനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിക്കാൻ വ്രതമെടുത്തുകൊണ്ടാണ് ഈ ഉപരോധ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. CBI വരും, ഒരു തർക്കവും വേണ്ട. ആ CBI വരുമ്പോൾ പണ്ട് P ജയരാജൻ അമൃത ആശുപത്രിയില് അഡ്മിറ്റ് ആയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CBI വരുമ്പോൾ അമേരിക്കയിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ അനുവാദമുണ്ടാകില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് സൂചന നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശാന്തനെ പുറത്താക്കാത്തത്? എന്താണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാത്തത്? എന്താണ് വാസവനെതിരെ നടപടിയെടുക്കാത്തത്? എന്താണ് കടകംപള്ളിക്കെതിരെ നടപടിയെടുക്കാത്തത്? നിങ്ങൾ എടുക്കില്ല. എടുത്താൽ കടകംപള്ളിയുടെ മൗനം വഞ്ചിക്കപ്പെട്ടാൽ തീർന്നു പിണറായി വിജയൻ. അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, ഓരോ വീടുകളിലേക്കും ഈ കുങ്കുമഹരിത പതാകയുമായി ഞാനും നിങ്ങളും നടന്നു നീങ്ങും. നമുക്കിപ്പോ ഒരു രാഷ്ട്രപതി, അയ്യപ്പന്റെ മുന്നിൽ നമസ്കരിച്ച് തൊഴുതു നിൽക്കുന്ന രാഷ്ട്രപതി, റബ്ബർ പാല് കുടിച്ചതുപോലെ എയറിൽ തൊട്ട് പിറകിൽ നിന്ന് കൊഞ്ഞാണെന്ന് വാസവൻ. കണ്ടില്ല നിങ്ങൾ? അയ്യപ്പനെ സ്നേഹിക്കാത്ത, ആരാധിക്കാത്ത, അയ്യപ്പന്റെ നെഞ്ചിൽ പോലും അയ്യപ്പന്റെ വിശ്വാസമില്ലാത്ത ഒരു ദേവസ്വം മന്ത്രി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇതിനു മുൻപ് ഒരാൾ നിന്നു. ആരാണ്? മന്ത്രി രാധാകൃഷ്ണേട്ടന്റെ കയ്യിൽ തീർത്ഥം കൊടുത്തു. തീർത്ഥം അങ്ങനെ നിലത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെയുള്ള വെള്ളമൊന്നും കുടിക്കാറില്ല. അങ്ങനെ കുടിക്കാറില്ല എന്ന് പറഞ്ഞ പഴയ മന്ത്രി രാധാകൃഷ്ണന്റെ മന്ത്രി പണി കളഞ്ഞു സാക്ഷാൽ അയ്യപ്പൻ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പിണറായി വിജയനെ വലിച്ചു താഴേക്കിട്ടാൽ അവിടെ ഇരിക്കേണ്ട ആളാണ് പഴയ മന്ത്രി രാധാകൃഷ്ണൻ. മന്ത്രിസ്ഥാനം പോയോ? പണി പോയോ? കളഞ്ഞോ അയ്യപ്പൻ? ബാക്കി കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജനാധിപത്യ വിശ്വാസികളെ, നമ്മൾ ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിക്ക്, മുസൽമാന്, ഹിന്ദുവിന്, പാഴ്സിക്ക്, ജൈനന് എന്താ നമ്മുടെ പ്രാർത്ഥന? ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഈശ്വരന്മാരെ തൊട്ട് കളിക്കണ്ട, ദേവി ദേവന്മാരെ തൊട്ട് കളിക്കണ്ട, അടങ്ങിയിരിക്കില്ല ഞങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പള്ളിയിലെ കുരിശു പൊളിക്കാൻ പോയാലും ഞങ്ങൾ രക്ഷകരായിട്ടുണ്ടാകും.